കോഴിക്കോട് പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ എംപിക്ക് പോലീസ് ലാത്തിച്ചാർജിൽ പരിക്കേറ്റിരിക്കുന്നു. LDF UDF പ്രതിഷേധ പ്രകടനങ്ങൾക്കിടെ ഉണ്ടായ സംഘർഷത്തിലാണ് DCC പ്രസിഡന്റ് പ്രവീൺ കുമാറിനും KM അഭിജിത്തിനും നിരവധി പ്രവർത്തകർക്കും ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്നത്. പേരാമ്പ്ര DYSP ഉൾപ്പെടെ 10 പോലീസുകാർക്കും പരിക്കേറ്റിട്ടുണ്ട്. പേരാമ്പ്ര CKM കോളേജ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് SFI KSU സംഘർഷം നിലനിന്നിരുന്നു. UDF പേരാമ്പ്രയിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരുന്നു. ഹർത്താൽ അനുകൂലികൾ രാവിലെ പഞ്ചായത്ത് പ്രസിഡന്റിനെ കയ്യേറ്റം ചെയ്തതിൽ പ്രതിഷേധിച്ചായിരുന്നു LDF പ്രതിഷേധ പ്രകടനം. ഈ മർദ്ദനത്തിനും ചോരയുടെ പിന്നിലെ കാരണം നിങ്ങളുടെ സ്വർണ്ണക്കട തൊളിച്ചു വെക്കാനുള്ള മറച്ചു വെക്കാനുള്ള വ്യാമോഹമാണെങ്കിൽ രണ്ടിനും മറുപടി പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഇതിലും വലിയ പരാജയം പേരാമ്പ്രയിൽ നിങ്ങൾക്കുണ്ടായിരിക്കുമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. രണ്ട്, എന്തിനെ കൊണ്ട് വാർത്ത മറച്ചാലും ഈ സ്വർണം കട്ടവരെ ജനങ്ങളുടെ മുമ്പിൽ തുറന്ന് കാണിക്കുക തന്നെ ചെയ്യും എന്നും പറയാൻ ആഗ്രഹിക്കുന്നു. മൂന്ന്, പോലീസിനോട് ശമ്പളം പാർട്ടി ഓഫീസിൽ നിന്നല്ല, ആ ഓർമ്മ വേണം. ഇപ്പൊ ചെയ്ത പണിക്കുള്ള മറുപടി അത് ഞങ്ങൾ നൽകുന്നതായിരിക്കും. സ്വർണ്ണമോഷണം വഴിതിരിച്ചു വിടാൻ ശ്രമിക്കേണ്ട എന്നതാണ് ഷാഫി പറമ്പിൽ പറയുന്നത്. MS അനീഷ് കുമാർ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഉണ്ട്. അനീഷ്, എങ്ങനെയാണ് ഷാഫിക്ക് പരിക്കേറ്റത്? ഇപ്പോൾ DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ മാധ്യമങ്ങളെ കാണുകയാണ്. ഷാഫി പറമ്പിലിനെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു. നിങ്ങൾ വിവരം മുഴുവൻ അറിയണം. ഇന്നലെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പായിരുന്നു. CKG ഗവൺമെന്റ് കോളേജിൽ, പേരാമ്പ്ര ഗവൺമെന്റ് കോളേജിൽ കുറെ കാലത്തിന് ശേഷം ചില സീറ്റുകൾ KSU ജയിച്ചു. KSU MS ജയിച്ചു. അതിന് ആളതപ്പടം നടത്തി. ആ ആളതപ്പടനത്തെ പോലീസ് നോക്കി നിൽക്കെ CPM ആക്രമിച്ചു. ആളാദപ്രകടനം പോലീസ് തടഞ്ഞ് CPM-നെ ആക്രമിക്കാൻ വേണ്ടി പോലീസ് കൂട്ടുനിന്നു. ഇന്നലെ പല കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, ലീഗ് യൂത്തിന് പരിക്കേറ്റു. അതിൽ പ്രതിഷേധിച്ച് ഇന്ന് UDF-ലെ പേരാമ്പ്ര മേഖല ഹർത്താലായിരുന്നു. വൈകുന്നേരം അതൊരു പ്രതിഷേധ പ്രകടനം, സമാധാന പ്രകടനം, ആ പ്രകടനം UDF നടത്തി പേരാമ്പ്ര ടൗണിന്റെ ഹൃദയഭാഗത്തേക്ക് പ്രവേശിക്കാൻ പോലീസ് അനുവദിച്ചില്ല. ആയുധങ്ങളുമായി ഒരു ഭാഗത്ത് CPM-കാർ, ഇപ്പുറത്ത് പോലീസ് തടയുന്നു പ്രകടനത്തെ. സംഘർഷാവസ്ഥ വന്നു. ബഹുമാനപ്പെട്ട MP ഷാഫി പറമ്പിൽ ഞാനും ഒരു യോഗത്തിൽ കൊയിലാണ്ടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വിവരം പറഞ്ഞത്. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ പ്രൊവോക്കഡായ മോബാണ്. പ്രവർത്തകരാകെ വളരെ 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 പ്രതിഷേധിച്ച് നിൽക്കുകയായിരുന്നു. അവരെ ശാന്തമാക്കുകയാണ് MP ചെയ്തത്. ഞാനും MPയും പോയി ശാന്തരാക്കിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്കാണ് പോലീസ് ഒരു പ്രകോപമില്ലാതെ വന്നിട്ട് അടിക്കുകയായിരുന്നു. ഷാഫി പറമ്പിൽ MPയെ നോക്കിയടിക്കുകയായിരുന്നു. അദ്ദേഹം ഷാഫി പറമ്പിൽ MP ആണെന്നതിനകത്ത് ഒരു പോലീസുകാരനും പേരാമ്പ്രയില്ല. ഒരു DYSP സുനിലുണ്ട്. അവിടുത്തെ ഈ CPM ഏരിയ സെക്രട്ടറിയേക്കാൾ തരംതാഴ്ന്നു വരുന്നത്. നിരവധി തവണ ഞങ്ങൾ പറഞ്ഞു, ഈ പ്രകടനം ഒന്ന് സമാധാനമായി ഞങ്ങൾ അവസാനിപ്പിച്ചോട്ടെ, പിരിഞ്ഞു പോയിക്കൊള്ളാം. അതിനൊന്നും അനുവദിക്കാതെ പോലീസ് അങ്ങോട്ട് തല്ലിയത് ആദ്യം തന്നെ ഷാഫിയാണ്. MP ആണെന്ന് അറിഞ്ഞിട്ടും മൂക്കിന് തല്ലി, തലയ്ക്ക് തല്ലി, മുഖത്ത് തല്ലി, രക്തം വാർന്നു. എത്രയോ രക്തങ്ങൾ അദ്ദേഹത്തിന്റെ ശരീരത്ത് പോയി. അത് കഴിഞ്ഞ് ടിയർ ഗ്യാസ് എറിയാണ്. 6 ടിയർ ഗ്യാസ് ഇറങ്ങിയത്. ഒരു ഫോട്ടോ ഉണ്ട്, എന്റെ കയ്യിലുള്ള ആളുകളുണ്ട്. ഇതാ ഒരാളുടെ ഫോട്ടോ ഉണ്ട്. അതായത് ഒരാളുടെ കണ്ണിന് ഗുരുതരമായ പരിക്കാണ്. 6ഓളം പ്രവർത്തകർ അതിക്രൂരമായ പരിക്കേറ്റ് ആശുപത്രികളാണ്. ഇത് പോലീസിന്റെ നരനായാട്ടാണ്. പേരാമ്പ്രയിൽ നടന്നത് പോലീസിന്റെ നരനായാട്ട്. CPM ആക്രമണത്തിന് പോലീസ് കൂട്ടുനിൽക്കുക, CPM-ന്റെ പ്രതിഷേധത്തിന്, KSU MS ജയിച്ചുള്ള CPM-ന്റെ പ്രതിഷേധത്തിന് പോലീസ് എസ്കോർട്ട് കൊടുക്കുക, സമാധാന പ്രകടനത്തെ കയറി ആക്രമിക്കുക. ഈ നിയമമാണ് ഉണ്ടായത്. അല്ല, CPM-കാർ അപ്പുറത്ത് ആക്രമിക്കാൻ നിൽക്കുന്നു പറഞ്ഞാണല്ലോ ഞങ്ങളെ പ്രകടനം തടയുന്നത്. അതായത് ഒരു പ്രതിഷേധ പ്രകടനം നടത്താനുള്ള അവകാശം ഇവിടുത്തെ പ്രതിപക്ഷത്തിനില്ലേ? ആ പ്രതിഷേധ പ്രകടനം തടയുന്നത് പറഞ്ഞുകൊണ്ടാ ആയുധങ്ങളുമായി CPM നിൽക്കുന്നതാണ് DYSP പറയുന്നത്. ആ ആയുധങ്ങളുമായി നിൽക്കുന്നത് നേടാൻ കഴിയും. പിന്നെ ഇവരെന്തിനാ യൂണിഫോം ഇടുന്നത്? ആയുധങ്ങളുമായി നിൽക്കുന്നു, അങ്ങോട്ട് പോകരുത്. അത് കേട്ടാൽ ഏത് പ്രവർത്തകരും അറിഞ്ഞിരിക്കുക. എന്നിട്ട് പോലും വളരെ സമാധാനം നടത്തി. ഷാഫി പറമ്പിലും ഞാനുമൊക്കെ സ്ഥലത്തെത്തി. ലീഗിന്റെ നേതാക്കളുണ്ടായിരുന്നു. പ്രവർത്തകരെ ശാന്തരാക്കിക്കൊണ്ടിരിക്കുകയാണ് പോലീസ് അതിക്രമം. ഞങ്ങൾ തീരുമാനിച്ചിരുന്നില്ല. ഞങ്ങൾ ഈ സംഭവം കേട്ട് പോവുകയാണ്. കാരണം പോലീസ് വീണ്ടും
ഇന്നലെ ഉണ്ടായ സംഭവം, അതായത് UDF-ന്റെ പ്രകടനം പോലീസ് തടഞ്ഞ ഇന്നലത്തെ സംഭവം ഇന്നും ആവർത്തിച്ചപ്പോൾ പ്രതിഷേധിക്കുന്നു പ്രവർത്തകർ തടഞ്ഞപ്പോൾ ഞങ്ങളവിടെ പോവുകയായിരുന്നു. അവിടെ പോയി അവരെ സമാധാനത്തോടുകൂടെ അവിടെ അവസാനിപ്പിക്കാൻ വേണ്ടി MP-യുടെ നേതൃത്വം ശ്രമിക്കുമ്പോഴാണ് MP-ക്ക് തിരക്കുണ്ടായത്. അല്ല, നാളെ രാവിലെ ഞങ്ങൾ നാളെ കോൺഗ്രസിന്റെ ജില്ലാ ക്യാമ്പായിരുന്നു. ആ ക്യാമ്പ് നാളെ ഉച്ചവരെ നിർത്തിവെച്ചു. ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് KC വേണുഗോപാൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. രാവിലെ 9:30 മണിക്ക് UDF-ന്റെ നേതൃത്വത്തിൽ IG ഓഫീസിന് മുമ്പിൽ UDF-ന്റെ പ്രതിഷേധ സംഗമം ശ്രീ MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. ഇന്ന് രാത്രി UDF-യുടെ യൂത്ത് കോൺഗ്രസിന്റെ യൂത്ത് ലീഗിന്റെ പ്രകടനമുണ്ട്. ഇത് മാത്രവുമല്ല, കോഴിക്കോട് ജില്ലയിൽ UDF-ന്റെ ശക്തമായ പ്രതിഷേധങ്ങൾ താഴെത്തട്ടിലും ഉണ്ടാകും. നാളെ രാവിലെ 9:30 മണിക്ക് കോഴിക്കോട് IGP ഓഫീസിന് മുമ്പിൽ UDF-ന്റെ പ്രതിഷേധ സംഗമം. DCC പ്രസിഡന്റ് പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകുന്നു. പോലീസിന്റെ നരനായാട്ടാണ് നടന്നത്. CPM അക്രമികൾക്ക് പോലീസ് കൂട്ടുനിന്നു തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ പരിക്കേറ്റ ഷാഫി പറമ്പിലിനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. ഷാഫി പറമ്പിലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് ശേഷമാണ് നേതാക്കൾ മാധ്യമങ്ങളെ കണ്ടത്. ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകുന്നു. ഷാഫി പറമ്പിൽ ആശുപത്രിക്ക് മുന്നിൽ മാധ്യമങ്ങളോട് പറഞ്ഞത് സ്വർണ്ണക്കടത്ത് മറയ്ക്കാനാണെങ്കിൽ അത് സാധ്യമാകില്ല എന്ന് തന്നെയാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത്. ഷാഫി പറമ്പിലിന്റെ പ്രതികരണം ഒരിക്കൽ കൂടി കേൾക്കാം. ഈ ചോര കൊണ്ട് അയ്യപ്പന്റെ സ്വർണം കട്ടതിനെ മറച്ചു പിടിക്കാമെന്ന് CPM-ഉം പോലീസും സർക്കാരും വ്യാപരിക്കണം. അയ്യപ്പന്റെ സ്വർണം കട്ടത് മറച്ചു വെക്കാൻ ഈ ചോര കൊണ്ട് കഴിയുമെന്ന് കരുതേണ്ട സർക്കാർ എന്നതാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത്. കോളേജ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സംഘർഷങ്ങൾ, അതിൽ ഉണ്ടായ സംഘർഷങ്ങളിൽ UDF-ന്റെ പ്രതിഷേധം നടന്നപ്പോൾ അവിടെ അക്രമം സംഭവിക്കുകയായിരുന്നു, അക്രമ പ്രവർത്തനങ്ങൾ ഉണ്ടാവുകയായിരുന്നു. CPM-ന്റെ പ്രവർത്തകർ ആയുധങ്ങളുമായി എത്തി എന്നൊക്കെയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉയരുന്ന വലിയ ആക്ഷേപങ്ങൾ. പോലീസ് അവർക്ക് സംരക്ഷണമൊരുക്കി, CPM-ന്റെ ആക്രമണത്തിന് അല്ലെങ്കിൽ അക്രമികൾക്ക് പോലീസ് സംരക്ഷണമൊരുക്കി, MP-യെ നരനായാട്ട് നടത്തി എന്നതാണ് ഇപ്പോൾ അവർ ആക്ഷേപിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഷാഫി പറമ്പിൽ ഓടിക്കോ ഓടിക്കോ എല്ലാരും ഓടിക്കോ ഓടിക്കോ ഓടല്ല ഓടല്ല ഓ ഷാഫി പറമ്പലിന് പരിക്കേറ്റ സംഭവത്തിൽ വലിയ പ്രതിഷേധം അവിടെ ഉയരുകയാണ്. പ്രവർത്തകർ തടിച്ചുകൂടുന്നുണ്ട്. സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഷാഫി പറമ്പിലിനെ. ഈ ചോര കൊണ്ട് അയ്യപ്പന്റെ സ്വർണം കട്ട സംഭവം മറച്ചു പിടിക്കാമെന്ന് ആരും കരുതേണ്ട എന്നതാണ് ആശുപത്രിയിലേക്ക് പ്രവേശിക്കും മുമ്പ് മാധ്യമങ്ങളോട് കുറഞ്ഞ വാക്കുകളിൽ ഷാഫി പറമ്പിൽ പ്രതികരിച്ചത്. ഷാഫി പറമ്പിലിന്റെ മുഖത്താണ് പരിക്കേറ്റിരിക്കുന്നത്. മൂക്കിൽ നിന്ന് രക്തം വാർന്നു വരുന്നുണ്ടായിരുന്നു. പോലീസ് ലാത്തിചാർജിലാണ് പരിക്കേറ്റതെന്നാണ് പറഞ്ഞത്. മാത്രവുമല്ല, CPM പ്രവർത്തകർ, ആയുധധാരികളായ CPM പ്രവർത്തകർ അവിടെ തമ്പടിച്ചിരുന്നു. അവർക്ക് പോലീസ് സംരക്ഷണം ഒരുക്കി. ഒപ്പം കണ്ണീർ വാതക പ്രയോഗവും ഉണ്ടായി എന്ന് പറയുന്നു.